റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർലി, നീ എനിക്ക് പുറത്ത് തരണമേ. അപ്പോൾ റബ്ബന എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? വിരോധമൊന്നുമില്ല. കാരണം അതിൽ അർത്ഥങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് പാടില്ലാത്തതൊന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്ത് തരണമേ. ഇഗ്ഫിർലി, ഗഫറ യഗ്ഫിറു ഗുഫ്റാൻ എന്ന് പറഞ്ഞാൽ മാപ്പാക്കുക. ഇഗ്ഫിർലി, എനിക്ക് നീ മാപ്പ് നൽകണമേ, എനിക്ക് നീ പുറത്ത് തരണമേ. എനിക്ക് മാത്രമല്ല, വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. വാലിദൈ എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയുമാണ് ഉദ്ദേശിക്കുന്നത്. വാലിദി എന്നല്ല, വാലിദയ്യ. അപ്പോൾ ഉമ്മയും ഉപ്പയും. വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. വലിൽ മുഅ്മിനീന, മുഴുവൻ വിശ്വാസികൾക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തർത്തീബ്. ആദ്യം സ്വന്തത്തിന്, പിന്നെ ഏറ്റവും അടുത്തവർക്ക്, പിന്നെ വിശ്വാസികൾക്ക്. വലിൽ മുഅ്മിനീന, മുഴുവൻ വിശ്വാസികൾക്കും നീ പുറത്തു നൽകണമേ. എന്ന് യൗമ, ഒരു ദിവസം. യഖൂമുൽ ഹിസാബു, അന്ന് വിചാരണ നിലവിൽ വരുന്നതാണ്. ഖാമ യഖൂമു ഖിയാമൻ. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ, മനുഷ്യൻ്റെ കണക്ക് നോക്കൽ. അതുകൊണ്ട് തന്നെ യൗമ യഖൂമുൽ ഹിസാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഹിസാബാണ്, അഥവാ യൗമുൽ ഖിയാമയാണ്, ഖിയാമത്ത് നാളാണ്. ആ ഖിയാമത്ത് നാളിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ ദുആയിൽ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് പാപമോചന പ്രാർത്ഥന എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. ഒന്നാമത്തത്, പാപമോചന പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാറുണ്ട്, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും അവനോട് മാപ്പിരക്കുകയും വേണം. കാരണം ഞാൻ പോലും, ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖീങ്ങളുടെ നേതാവാണ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. വൻ പാപങ്ങളിൽ നിന്നൊക്കെ സുരക്ഷിതനാണ്, മഅസൂമാണ്. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പോലും ഒരു ദിവസം 100-ലധികം തവണ അല്ലെങ്കിൽ 70-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട് എന്നാണ്. പുറത്തു തരാൻ വേണ്ടി റബ്ബിനോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ കർമ്മരേഖയിലാണോ ഇസ്തിഗ്ഫാർ കൂടുതൽ കാണുന്നത് അവർ രക്ഷപ്പെട്ടു എന്നാണ്. തൂബ ലിമൻ വുജിദ ഫി സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ആരുടെ കർമ്മരേഖയിലാണോ ഇസ്തിഗ്ഫാർ കൂടുതൽ കാണുന്നത് അവർക്ക് മംഗളമുണ്ട്, അഥവാ അവർക്ക് സ്വർഗമുണ്ട് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പാപമോചന പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തത്, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഖലീലുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിത്വമാണ്. വ ഇബ്രാഹിം അല്ലദീ വഫ, അള്ളാഹുവിൽ നിന്നുള്ള കടുത്ത പരീക്ഷണങ്ങളിലൊക്കെ വിജയിച്ച വ്യക്തിയാണ്. വ ഇദ്ബ്തല ഇബ്രാഹിമ റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുൻ, ഒക്കെ പൂർത്തിയാക്കിയ വ്യക്തിത്വമാണ്. എന്നിട്ടും ആ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമു പോലും ദുആ ചെയ്യുന്നു, എനിക്ക് പുറത്തു തരണമേ. എന്നിരിക്കെ പാപികളായ അമ്പിയാക്കളല്ലാത്ത ആളുകൾ എത്രമാത്രം ആ വിഷയത്തിൽ ദുആ ചെയ്യണം. അതുകൊണ്ട് ധാരാളമായി പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ മരണപ്പെട്ടാൽ അവശേഷിക്കുന്ന നന്മയിൽ ഒന്ന് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളാണ്. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നമുക്ക് ഈ വിഷയത്തിൽ ഒരു മാതൃകയുണ്ട്. എന്നാൽ മറ്റൊരു കോണിലൂടെ നോക്കുമ്പോൾ അതിൽ മാതൃകയില്ല. എന്താണത്? ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞത്. അദ്ദേഹം മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏത് മക്കളും അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ അതേ സന്ദർഭത്തിൽ മാതാപിതാക്കൾ അമുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടി, അവർ അമുസ്ലിമീങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, മുസ്ലിങ്ങളല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല, മഗ്ഫിറത്തിന് വേണ്ടി. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഈ ദുആയോ, അതിനെക്കുറിച്ച് അള്ളാഹു സൂറത്തു തൗബയിൽ പറയുന്നത്, വമാ കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബീഹി ഇല്ലാ അൻ മൗഇദത്തിൻ വഅദഹാ ഇയ്യാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാഗ്ദാനം പറഞ്ഞിരുന്നു.
ഞാൻ താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുമെന്ന് ഉപ്പാക്കൊരു വാക്ക് കൊടുത്തിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയെ നാട്ടിൽ നിന്ന് എറിഞ്ഞ് ആട്ടി ഓടിക്കുന്ന സന്ദർഭത്തിൽ, എറിഞ്ഞ് പായിപ്പിക്കുന്ന സന്ദർഭത്തിൽ, പക്ഷേ ആ സമയത്ത് ഒരു ഇബ്രാഹിം നബി പറയുന്നത് എന്താണ്? ഞാനിവിടുന്ന് പോവുകയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിലാണ് ദുആ ചെയ്തത്. എന്നാൽ ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവുലില്ലാഹി തബറഅ മിൻ, അള്ളാഹുവിൻ്റെ ശത്രുവാണ്, അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ പിന്നീട് അദ്ദേഹം ദുആ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആ അറിയിപ്പ് ലഭിക്കുന്നതിൻ്റെ, ആ വ്യക്തത ലഭിക്കുന്നതിന് മുമ്പ് നടത്തിയ ദുആ ആണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം, അതൊരു പോയിൻ്റാണ്. അതേ സമയത്ത് അവർ കുഫാറുകളാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യരുത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാഠവും നമുക്ക് ലഭിക്കും. വിശ്വാസികളാണെങ്കിൽ ദുആ ചെയ്യണം, വിശ്വാസികളല്ലെങ്കിൽ ദുആ ചെയ്യാൻ പാടില്ല.